ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂർക്ക വളരെ എളുപ്പത്തിൽ എങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതിനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കൂർക്കയെ പറ്റി കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്കയുടെ സീസൺ ആകുമ്പോൾ മാത്രമേ നമുക്ക് കൂർക്ക കിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇത് കിട്ടുന്നില്ല. ആ കിട്ടുന്ന സമയത്ത് നമുക്ക് അത് വാങ്ങിച്ച് വൃത്തിയായിട്ട് ഉണ്ടാക്കി കഴുകിയിട്ടൊക്കെ നമുക്കത് കുക്ക് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. കൂർക്ക മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ തന്നെ ചോറ് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കൂർക്ക ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം മിക്കവർക്കും ഹസ്ബൻഡിനൊക്കെ കൂർക്ക ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. ആദ്യം എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അധികം അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളും അതേപോലെ കുറച്ച് ആൾക്കാരുടെ അനുഭവങ്ങളും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ചെയ്ത് ശരിയായി വന്നത് ഇതിലോട്ട്. അപ്പം അതെന്തൊക്കെയാണോ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാം. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരിച്ചാക്കില്ലേ, ആ അരിച്ചാക്കി വെച്ചിട്ടാണ് ഫസ്റ്റ് ടിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചാക്കിൽ അത് ഈ അരിച്ചാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അരിച്ചാക്കല്ല, നമ്മൾ കയർ കൊണ്ടുള്ള അരിച്ചാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഇപ്പം ഇതില്ല കാണിച്ചു തരാനായിട്ട്. അപ്പോൾ ഈ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയുള്ളൂ. എൻ്റെ ഒരു ചാക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഉണ്ടാകുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന്. ഇതിപ്പം എൻ്റെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പം കടലൊക്കെ കിട്ടുന്ന ഈ ചാക്കിൽ നമുക്ക് ആവശ്യമുള്ള കൂർക്ക ഇടുക. എന്നിട്ട് അതുകൊണ്ട് നല്ല മുറ്റത്ത് അല്ലെങ്കിൽ തറയിൽ എവിടെയെങ്കിലും കൊണ്ട് നന്നായിട്ട് അടിക്കുക. നന്നായിട്ട് 2-3 പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ എന്താ പറയുക, അതിൻ്റെ ആ തൊലിയൊക്കെ വിട്ട് മാറി നല്ല രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഈ ടെക്നിക്ക് എനിക്ക് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. കല്യാണ സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു. ഒക്കെ പതിയെ ഓരോരുത്തരുടെ അനുഭവങ്ങളും മറ്റുള്ളവർ കാണുന്ന കാര്യങ്ങളൊക്കെ വെച്ചാണ് ഞാനൊക്കെ പഠിച്ചത്. പിന്നെ ഈ ടിപ്പ് വളരെയധികം നല്ലതാണ്. എൻ്റെ ഈ ചാക്ക് ഇല്ലാത്ത കൊണ്ടാണ് ഞങ്ങൾക്ക് കാണിച്ചത്. അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ ആ ഒരു ഇതേ കാണിക്കുള്ളൂ. കാരണം വളരെ എളുപ്പത്തിൽ 1/3 കൂർക്കയുടെ ഈ തൊലിയൊക്കെ പോയി കിട്ടും. നന്നായിട്ട് എല്ലാവർക്കും അറിയണമെന്ന് ഈ പറഞ്ഞ പോലെ കൂർക്ക ഇതാക്കാൻ വേണ്ടി ഞാൻ കൂർക്ക വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ കത്തി കൊണ്ട് ഇങ്ങനെ ഓടിച്ച് വെച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മായിമ്മ ഇതേപോലെ ചാക്ക് എടുത്തിട്ട് ഇതിൽ ഇട്ടിട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അമ്മയുടെ വിചാരം എനിക്ക് അറിയാം എന്നുള്ളതാണ്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ എന്റെ വിചാരം തറയിൽ ഈ കൂർക്ക ഇതാക്കുമ്പോൾ വൃത്തികേടാവൂലേ, അവിടെ ഒരു ഇരുന്നിട്ടാ ചെയ്യുന്നത്. കുറെ സമയം എടുക്കില്ലാന്ന് വെച്ചിട്ട് ഇരുന്നിട്ടാ ചെയ്യുന്നത് തറയിൽ. അപ്പൊ ഞാൻ എന്ത് ആ ചാക്ക് പിടിച്ചിട്ട് അതിന്റെ മേലെ കയറി ഇരുന്നിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ചെയ്തു തരാം, നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അമ്മയാണ് ഇതേപോലെ ചാക്കിൽ ഇതേപോലെ കൂർക്കെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് അലക്കുകല്ലിന്റെ മേലാണ് അമ്മ ഇതേപോലെ ചെയ്തു തരാം. വളരെ പെട്ടെന്ന് പോയി, ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും ഇപ്പൊ അലക്കുകല്ലൊന്നും ഉണ്ടാവണമെന്നില്ല. എങ്കിലും ഇത്തിരി മീൻസ് അത്ര സോഫ്റ്റ് ഇല്ലാത്ത തറ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നന്നായിട്ട് പോയി കിട്ടും. അപ്പൊ ഇതേപോലെ ചാക്കില് കൂർക്കിട്ടിട്ട് 2-3 പ്രാവശ്യം അടിക്കുക. ഇത് തുറന്നു നോക്കുക എന്തോരം പോയിട്ടുണ്ടെന്ന്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അടിക്കുക. പിന്നെ വേണമെങ്കിൽ ഇതേപോലെ നമ്മുടെ ഈ ചാക്ക് ഇട്ടിട്ടില്ലേ, ഈ ചാക്ക് കൊണ്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരക്കുക. ഉരച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കൂർക്കയുടെ തൊലി നന്നായിട്ട് പോകും. ഇത് കൂർക്ക ചെയ്തപ്പോൾ ഞാൻ ആ സമയത്ത് എടുത്ത് വെള്ളത്തിൽ ഇട്ടേ ഉള്ളു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് 2-3 മണിക്കൂർ മുമ്പേ കൂർക്ക വെള്ളത്തിൽ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ആ മണ്ണും പോകും. നന്നായിട്ട് ഒന്നും കൂടി കൂർക്കയുടെ തൊലി പോയിട്ടാൽ വളരെയധികം നല്ലതാണ്. പിന്നെ വേറൊരു കാരണം ഉണ്ടെങ്കിൽ ഞാൻ കൂർക്ക തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കും. ഇവിടേക്ക് അങ്ങനെയുണ്ട് ഞാൻ ചെയ്യുന്ന തലേ ദിവസങ്ങളിൽ. ഇപ്പം നാളെ രാവിലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കൂർക്ക വെള്ളത്തിൽ ഇട്ട് വെക്കും. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മണ്ണൊക്കെ അധികം കളഞ്ഞിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ചാക്ക് കൊണ്ടല്ല, വേറൊരു രീതിയിൽ. ഇപ്പം വെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ സോക്ക് ചെയ്ത് കൂർക്ക വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമില്ല, അപ്പം തന്നെ പകുതിയോളം കൂർക്കയുടെ തൊലി പോകും. പിന്നെ വേറെ പോയില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്താൽ മതി. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ഇനി നമുക്ക് വീട്ടിലോട്ട് കടക്കാം. ഞാനിങ്ങനെ എന്താ പറയുക അതിന് ലൈവായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കൂർക്കയുടെ തൊലി വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റുന്നത്. ഇത് ഞാനിപ്പോൾ തലേ ദിവസം കുതിർത്തി വെച്ച കൂർക്കയാണ്. നന്നായിട്ട് കുതിർത്തി വെച്ച് കഴിഞ്ഞിട്ട് ഞാനത് ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അതിലെ മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ പോകുന്നതാണ്. എനിക്ക് ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. കൈകൊണ്ട് വെറുതെ ഒന്ന് തിരുമ്മിയിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് പോകും. കണ്ടോ, ചിലതൊന്നും അങ്ങനെ പോകുകയൊന്നുമില്ല. ചിലപ്പോൾ ചില ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പോകില്ല. എന്നാലും സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയൊക്കെ ഒരുവിധം നന്നായിട്ട് പോകും ഇങ്ങനെ തിരുമുന്നതോടെ. ഇപ്പം എൻ്റെ കയ്യിൽ നഖമൊന്നുമില്ല, നിങ്ങൾ നോക്കി തന്നെ അറിയാൻ പറ്റും. വെറുതെ ഞാൻ എൻ്റെ കൈ ജസ്റ്റ് പ്രസ് ചെയ്യുക, അപ്പം തന്നെ തൊലിയൊക്കെ പോകുന്നതുണ്ടോ.
പിന്നെ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ കളയാം. പിന്നെ രണ്ടാമത്തെ ഒരു ഇത് എന്നിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഉള്ളി സവാളയൊക്കെ വാങ്ങണ ഈ കവർ കണ്ട, ഈ കവർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കളയരുത്. ഇതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കൂർക്ക ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. തിരുമ്മി കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ തൊലി വേഗം പോകുന്നതാണ്. ഞാൻ കൂടുതൽ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇതിൽ എൻ്റെ കയ്യിൽ കൊള്ളനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കണം. നിങ്ങൾക്ക് കയ്യിൽ കൊള്ളനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. ഈ നെറ്റിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പോകും. ഇത് കട്ടിയുള്ള തൊലിയാന്നൊക്കെ പറഞ്ഞില്ലേ, അതായാലും ഇതിൽ നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് തിരുമ്മുക. കണ്ടോ, തൊലിയൊക്കെ എൻ്റെ കയ്യിലോട്ട് വന്നേക്കുന്നുണ്ടോ. ഇതേപോലെ കൂർക്കത് എങ്ങനെ എല്ലാം നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് പോകും. ഇങ്ങനെ തിരുമ്മിയിട്ട് ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് നനച്ച് കൊടുക്കുക. നനക്കുമ്പോൾ ഈ പോയ തൊലിയൊക്കെ കാണാനും പറ്റും. പിന്നെ നന്നായിട്ട് ഒന്നും കൂടി തിരുമ്മി കൊടുക്കാം. എന്താ, ഏത് കൂർക്കയിലാണ് തൊലി അധികം പോകാണ്ടിരിക്കണം, അപ്പോൾ ആ കൂർക്കയിൽ ഇത്തിരി ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഇങ്ങനെയാണ് ഞാൻ കൂടുതലും എന്താ പറയുക കൂർക്കയുടെ തൊലി കളയുന്നത് കേട്ടോ. അതെനിക്ക് വളരെ ഒരു സുഖം തോന്നി. ആ ചാക്കില്ലാത്തതുകൊണ്ടാണ്. ചാക്കുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും ഇത്തിരി കൂടി ഹെൽപ്ഫുള്ള്. അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ നെറ്റ് കൊണ്ട് തിരുമ്മി കളഞ്ഞേക്കണാണിത്. ഒന്ന് കണ്ടറിയാലോ, ഒരുവിധം പോയിട്ടില്ലേ, കണ്ടോ. ഇതേപോലെ തന്നെ വെള്ളം നന്നായിട്ട് അഴുക്കാകുമ്പോൾ ഇത്തിരി വെള്ളം മാറ്റിയിട്ട് ഇതിൽ വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇതേപോലെ നമുക്ക് പിന്നെ ഇതേപോലെ നെറ്റിൽ തന്നെ നന്നായിട്ട് തിരുമ്മി കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരുമ്മി കൊടുക്കുമ്പോഴും ഇതേപോലെ നന്നായിട്ട് പോകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ, നിങ്ങൾ വാങ്ങണ ഈ നെറ്റ് നല്ല ഇത്തിരി കട്ടിയുള്ളതായിരിക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് തിരുമാൻ പറ്റുള്ളൂ, പൊട്ടിപ്പോവും. പിന്നെ അടിഭാഗം അത്ര കട്ടി ഉണ്ടാവില്ല. ഞാനവിടെ ഒരു കെട്ടിയിട്ട് വെക്കുകയാണ്. കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. കണ്ടോ, എൻ്റെ അത്ര വലിയതല്ല, എന്നാലും ഇടത്തരം. അതായത് ഞാൻ ആവശ്യം അങ്ങനെ അത് കുത്തി നിറച്ചിട്ട് തിരുമാറില്ല. ആവശ്യത്തിന് കുറച്ച് എൻ്റെ കയ്യിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇട്ടിട്ടാണ് തിരുമാറുള്ളത്. ഇതിപ്പോൾ മൊത്തം ഞാൻ തിരുമ്മി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചേക്കണ കൂർക്കയാണ്. കണ്ടോ, കൂർക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കൂർക്ക. നമ്മൾ എപ്പോഴും ഇത് കിട്ടണമെന്നില്ല, നമുക്ക് സീസണനുസരിച്ചല്ലേ കൂർക്ക കിട്ടുള്ളൂ. കൂർക്ക കിട്ടുമ്പോൾ ഇനി ഇത് ഇതിൻ്റെ തൊലിയൊക്കെ കളയാനുള്ള ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ വാങ്ങാണ്ടിരിക്കേണ്ട. കൂർക്ക ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേ തൊലി കളഞ്ഞെടുക്കാം. പകുതി മുക്കാലും കൂർക്കയുടെ തൊലി പോയി കിട്ടും. ഫുള്ളും പോകുന്നു ഞാൻ പറഞ്ഞ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂർക്കയുടെ ഈ വേര് പോണ സ്ഥലമില്ല, അതൊക്കെ നമ്മൾ എന്തായാലും ഒരു കത്തി കൊണ്ട് കളയാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പോൾ പകുതി മുക്കാല് ഇപ്പം 100% ഒരു 80% നമുക്ക് ഈ ഒരു ടിപ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.